അപ്പോൾ ഇത് നമ്മൾ തയ്യാറാക്കി അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ആ ഇലയൊക്കെ അങ്ങോട്ട് മാറ്റി വേറൊരു പാത്രത്തിലോട്ടാക്കാം. 1 കപ്പ് അരിപ്പൊടിയാണ് ഞാൻ ഇവിടെ എടുക്കുന്നത്. അതിൻ്റെ കൂടെ 1/2 കപ്പ് മൈദാമാവും കൂടെ എടുത്ത് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. 1 നുള്ളു ജീരകപ്പൊടി, 1 സ്പൂൺ പഞ്ചസാര. ഇത് നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് ചപ്പാത്തി പരുവത്തിൽ കുഴച്ചെടുക്കാം. കൈ കൊണ്ട് തന്നെ കുഴച്ചാൽ മതി. കുഴച്ച് വെച്ച മാവ് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. അപ്പോഴൊരു കഷ്ണം മധുരക്കിഴങ്ങ് ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇത് തൊലി കളഞ്ഞ് ഉടച്ചെടുക്കാം. മധുരക്കിഴങ്ങ് ഇതുപോലെ ഉടച്ചെടുക്കണം. ഇച്ചിരി തരി ഇല്ലാത്ത രീതി, മിക്സിയിലടിക്കുകയൊന്നും വേണ്ട, നല്ലതുപോലെ വേവിച്ചെടുക്കണം കുക്കറിൽ. എന്നിട്ട് ഇതുപോലെ ഉടച്ചെടുത്താൽ മതി. ഇപ്പോഴിത് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മളെ മാവ് നമ്മളെടുക്കുകയാണ്. നമ്മളില്ല ഇലയുടെ ഉണ്ടാക്കൂലേ, അതിൻ്റെ വേറൊരു ഇതാണ്. ഇലയുടെ പോലെ തന്നെ നമുക്കിത് ചപ്പാത്തിയുടെ പരുവത്തി എടുത്ത് ചപ്പാത്തി പലകയിൽ വേണമെങ്കിലും വെച്ച് അതാക്കിയെടുക്കാം. പക്ഷേ ഇതിൻ്റെ ശരിയായ രീതി നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതുപോലെയാണ്. ഇപ്പോൾ നമ്മൾ ഇലയിൽ ഇത്രയും പരത്തി എടുത്തിട്ടുണ്ട്. ഇതുപോലെ പരത്തി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്ത് നമ്മൾ ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ എടുത്ത ഈ മധുരക്കിഴങ്ങില്ലേ, അതാണ് എടുത്ത് വെക്കുന്നത്. അതെടുത്ത് ഇതേപോലെ തന്നെ പരത്തി വയ്ക്കും. ഈ മാവിൻ്റെ മേളിൽ അരുവിന് തട്ടൂല, ആ മധ്യഭാഗത്തായിട്ട്. എന്നാലും കുറച്ച് സ്ഥലം വിട്ട്, ഈ അരുവിൽ നിന്ന് കുറച്ച് സ്ഥലം വിട്ട് മാവ് കുറച്ച് ഈ ഇവിടെ ഇരിക്കണം. വിട്ട് എല്ലായിടവും ഇതൊന്ന് പരത്തിയെടുക്കാം, ഈ മധുരക്കിഴങ്ങ്. അപ്പോൾ നമ്മളിവിടെ വട്ടത്തിൽ മാവ് ഇവിടെ ഇരിപ്പുണ്ട് വെച്ച് അതിൻ്റെ മധ്യത്തായിട്ട് മധുരക്കിഴങ്ങ് നിരത്തി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മേളിൽ നമ്മൾ ഇനി തേങ്ങ വിതറണം. അപ്പോൾ നമ്മൾ ആ തേങ്ങ വിതറിയിട്ടുണ്ട്. ഈ തേങ്ങ വിതറുമ്പം ആ മധുരക്കിഴങ്ങ് ഫുള്ള് കൊള്ളത്തക്ക രീതിയിൽ, കിട്ടത്തക്ക രീതിയിൽ വേണം തേങ്ങ വിതറാൻ. ഇനി ഇതിൻ്റെ പുറത്ത് ഈ തേങ്ങ വിതറുമ്പോൾ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഇതിനകത്ത് പഞ്ചസാര വേണമെന്നുള്ളവർക്ക് ചേർക്കാം. ആ തേങ്ങയിൽ ചേർക്കണം. എന്നിട്ട് നമ്മൾ കുറച്ച് അണ്ടിപ്പരിപ്പും ബദാമും മുന്തിരിങ്ങയും എല്ലാം കൂടെ ഇതിൻ്റെ അകത്ത് ഈ തേങ്ങയുടെ പുറത്തോട്ട് വിതറണം. ഇവിടെ തീർന്നിട്ടില്ല. അതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമ്മൾ വേറൊരു ഇല എടുക്കണം. കഴുകിയുണക്കിയ ഇലയാണ്. പക്ഷേ ഇതിനകത്ത് എണ്ണയൊന്നും തടവേണ്ട കാര്യമല്ല. നമ്മൾ ഇലയുടെ ഉണ്ടാക്കാൻ എണ്ണയൊന്നും തടവിയിട്ടല്ലല്ലേ എടുക്കുന്നത്. അതുപോലെ എടുത്ത് വേറെ കുറച്ച് മാവ്, ഇത് കുറച്ച് മാവാണ് എടുക്കുക, ഒരു 3/4 ഭാഗം മാവോളമാണ് അവിടെ എടുക്കുന്നത്. മാറ്റി വെച്ച് അതൊന്ന് നിരത്തിയെടുക്കണം. അപ്പോൾ ഈ വൃത്തം എന്ന് പറയുന്നത് നമ്മൾ ആദ്യം പരത്തിയതിന് കുറച്ച് ചെറുതായിട്ടിരുന്നാൽ മതി. എന്നിട്ട് നമ്മൾ കുറച്ച് മധുരക്കിഴങ്ങ് അവിടെ ബാക്കി വെച്ചിരുന്ന് അതുകൂടെ ഇതിൻ്റെ പുറത്തോട്ട് പരത്താം. അപ്പോൾ എല്ലാ മധുരക്കിഴങ്ങും ഇത്രയും മധുരക്കിഴങ്ങ് എടുത്തില്ലെങ്കിലും കുറച്ച് മധുരക്കിഴങ്ങ് ആയാലും മതി. എല്ലാ മധുരക്കിഴങ്ങും ആദ്യത്തെ ഇലയിൽ പരത്തിയാലും ഒന്നുമില്ല. അപ്പോൾ ഈ പരത്തിയിട്ട് സാധനം നമ്മൾ മറ്റേ ഇലയിലോട്ട് വെക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഇല ഇനി മാറ്റിയെടുത്ത് അതിൽ നിന്ന് ഇളക്കിയെടുക്കാൻ പറ്റും. ഒന്നുകൂടെ അങ്ങോട്ട് നിരപ്പാക്കിയിട്ട് നമ്മളിവിടെ ഇച്ചിരി സ്ഥലം ഇലയിൽ വിട്ടില്ലേ, ഇച്ചിരി മാവ്, അതൊന്നും ഇങ്ങനെ മടക്കി കൊടുക്കാം. ഇതൊന്ന് മൂടിയിരിക്കത്തക്ക രീതിയിൽ നമുക്കൊന്ന് മടക്കി കൊടുക്കാം. അങ്ങനെ മടക്കിയെടുക്കാൻ പറ്റും. എല്ലാം കുറച്ച് സാവകാശം ചെയ്യണം. അപ്പോഴതിന് വേണ്ടി നിങ്ങൾ ആ സമയം എടുക്കും. അപ്പോഴാ ചാനലൊന്ന് സബ് ചെയ്ത് ലൈക്ക് ചെയ്യണേ. ഞാനങ്ങ് പറയാനും മറന്നു പോകും. പല വീഡിയോയ്ക്കും ആരും ഒന്നും ചെയ്യത്തുമില്ല. ഇച്ചിരി ഒന്ന് സബ്ബാക്കി ലൈക്ക് ചെയ്യണം. അപ്പോഴെല്ലാം മടക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടാൽ പറയൂല ഇങ്ങനെ നമ്മൾ ചെയ്ത് എടുത്തേണമെന്ന്. ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇതിനി നമുക്ക് ഇത് ഇല കൊണ്ടൊന്ന് മൂടാം. മൂടിയതിന് ശേഷം ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് ആവി ഏറ്റിയെടുക്കാം. ഇപ്പോൾ ഇഡ്ഡലി പാത്രം എടുത്ത് അതിൻ്റെ അടിയിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ആ അടിയിലത്തെ തട്ടൊന്ന് കമഴ്ത്തി ഇട്ട ശേഷം ഇതിൻ്റെ അകത്ത് ഇരിക്കത്തുമില്ല, സോറി. ഇപ്പോൾ നമ്മളൊരു ഇഡ്ഡലി തട്ടെടുത്ത് അടിയിൽ വെള്ളമൊക്കെ ഒഴിച്ച് അതിൻ്റെ മേളിലത്തെ തട്ട് കമഴ്ത്തി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ചെറിയ പ്ലേറ്റ് ഉള്ളവർക്ക് അതിൻ്റെ അടിയിൽ ഇരിക്കത്തക്ക രീതിയിൽ ഉള്ള പ്ലേറ്റ് എടുക്കാം. അപ്പോൾ
അപ്പോൾ ഇത് ഇച്ചിരി വലിയ പ്ലേറ്റ് ആയതുകൊണ്ട് മേളിൽ വെച്ച് ഇതിൻ്റെ അടപ്പ് വെച്ച് അടയ്ക്കാൻ പറ്റത്തില്ല. അപ്പോൾ വേറൊരു അടപ്പ് വെച്ച് ഞാൻ അടയ്ക്കണം, ഇറുക്കി അടയ്ക്കണം. ഇതിപ്പോൾ ഇങ്ങനെ ഇറവിയിരിക്കണം. നമ്മൾ ആവിയിൽ വേവിച്ചിട്ട് ഇതിനി അടുപ്പിൽ വെച്ച് വേവിക്കാം. ഇപ്പോൾ മധുരക്കിഴങ്ങും അരിപ്പൊടിയും ഉണ്ടെങ്കിൽ ഇതുപോലെ നല്ല ഒരു പലഹാരം നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും. ഭയങ്കര ടേസ്റ്റാണ്. നമ്മൾ ഏതാണ് കഴിക്കുന്നതെന്ന് കടിച്ച് കഴിക്കുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല. അതിന് മധുരം ആവശ്യമുള്ളവർക്ക് മധുരം ചേർക്കാം. ഇപ്പം നല്ല ടേസ്റ്റോട് കൂടിയ ഒരപ്പം ഇവിടെ തയ്യാറായിട്ടുണ്ട്. ആവിയിൽ പുഴുങ്ങിയെടുത്ത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ആ ചാനലൊന്ന് സബാക്കണം, ലൈക്കാക്കണം. ഇപ്പോഴടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരാം.